സ്റ്റുഡൻസ്. അപ്പോൾ ജോസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഓപ്ഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിട്ട് അത് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള സ്റ്റെപ്സാണ് പറയുന്നത്. വൺസ് OTP ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഉള്ള ഓപ്ഷൻസുകളാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്ഷൻസ് 21 എന്നാണ് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കതിൽ ചേരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പോകില്ല എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാതിരിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ 12 ഓപ്ഷൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്, 9 ഓപ്ഷൻസ് അൺഫിൽഡ് ആണ്. അപ്പോൾ അത് കൂടാതെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളറിയാം, എത്ര കോളേജസ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു 8th ഓപ്ഷൻ NIT കുരുക്ഷേത്ര എന്ന് പറയുന്ന ആ ഒരു കോളേജ് മുമ്പ് BRക്ക് ജോസ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊന്നും അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്ത കോളേജ് ആണെന്ന് വേണം മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ അത്തരം സീറ്റ്സും കൂടി കൂടുതൽ വരുന്നത് കൊണ്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് കുറച്ചും കൂടി പുറകിലുള്ള കുട്ടികൾക്കും സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. ബാക്കി 21 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 21 ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വൺസ് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജോയിൻ ചെയ്യില്ല എന്ന് തോന്നുന്ന കോളേജസ്, അതിന് പല റീസൺസ് ഉണ്ടായിരിക്കാം. ആ കോളേജിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ് അവൈലബിൾ, ലൈക്ക് കോളേജിൻ്റെ ഉള്ളിലത്തെ ഫെസിലിറ്റീസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, പുറത്തുള്ള റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽവേസ്, ഫ്ലൈറ്റ് മുതലായ അവൈലബിലിറ്റി, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും പല കുട്ടികളും കോളേജസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ വൺസ് ഒരു കോളേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം ഫോർ കൺസിഡറിങ് ഹയർ ഓപ്ഷൻസ്. അപ്പോൾ NIT കുരുക്ഷേത്ര നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്, ഹരിയാനയിലുള്ള കോളേജാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളത് പ്രിഫർ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത് NIT കാലിക്കട്ട്, SPA ഡൽഹി, SPA ഭോപ്പാൽ, SPA വിജയവാഡ മുതലായ കോളേജസ് ആണ്. പിന്നെ ചില കുട്ടികൾ ഫീസിൻ്റെ കാര്യം നോക്കിയിട്ട് ലൈക്ക് സ്കോളർഷിപ്സൊക്കെ അവൈലബിൾ ആവാൻ കുറച്ചും കൂടി ഈസി NITs ആയതുകൊണ്ട് തന്നെ NIT ട്രിച്ചി, NIT ഭോപ്പാൽ ഇതൊക്കെ പ്രിഫറൻസിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതൊന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഫില്ല് ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വയ്ക്കാം, പ്രിൻറ്റ് ഫിൽഡ് ചോയ്സ് ലെറ്റേഴ്സ്. പക്ഷെ അത് വൺസ് ലോക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. നമ്മളിപ്പോഴത്തെ ഓരോ സ്റ്റേജിലും ഇടയ്ക്കിടയ്ക്ക് അത് പ്രിൻറ്റ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഫീസ് പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഫീ എന്ന് പറയുന്നത്, നമ്മളിപ്പം സീറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ സാധാരണ എല്ലാവരും ഫീസ് അടയ്ക്കാറുള്ളത്. ഇനി സീറ്റ് കിട്ടുന്ന 100% ഉറപ്പുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തെ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫീസ് പേ ചെയ്യാമെന്നുള്ളൊരു ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിളായിട്ടുള്ള ഇതൊക്കെ കാൻഡിഡേറ്റ്സ് എലിജിബിലിറ്റി ഡീറ്റെയിൽസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പല കുട്ടികളും BRക്കിനോടൊപ്പം തന്നെ B പ്ലാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ B പ്ലാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അപ്ലൈ ചെയ്തിടാവുന്നതാണ്. ചില കുട്ടികളൊക്കെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നമ്മുടെ അവിടെ നിന്ന് പഠിച്ചിട്ട് തന്നെ B പ്ലാനും ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഫീസ് അടയ്ക്കേണ്ടത് ഇപ്പോൾ ഒരു നിർബന്ധിതമായിട്ടുള്ള കാര്യമല്ല. വൺസ് സീറ്റ് കിട്ടിയാൽ മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ മോക്ക് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ റിട്ടേൺ തരാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ് വൺസ് കൺഫേം ആയതിനു ശേഷം ഫീസ് അടച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു.